നമസ്കാരം. ലോകത്ത് സമാധാനം നിലനിന്നു കാണണം, സമാധാനം പുലരണം എന്നാഗ്രഹിക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട്. ആ വലിയ ഒരു വിഭാഗം ആഗ്രഹിച്ച വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവരാഗ്രഹിച്ച രീതിയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക ഒന്ന് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അമേരിക്കയുടെ ഒരു പതനം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ ഇപ്പോൾ അമേരിക്ക പാപ്പരാകുന്നു എന്ന വാർത്ത മുൻ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധം പോലും അമേരിക്കയുടെ പക്കലില്ല. ആയുധങ്ങളൊക്കെ യുക്രൈനും ഇസ്രായേലിനും ഒക്കെ കൊടുത്ത് ലോകത്ത് മറ്റ് രാജ്യങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമാധാനം നശിപ്പിച്ച് പാവങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി അമേരിക്ക കൊടുത്തു കഴിഞ്ഞു. ഇനി സ്വന്തം രാജ്യത്തിനു നേരെ ഒരു നീക്കമുണ്ടായാൽ, ഒരു അറ്റാക്ക് ഉണ്ടായാൽ അവിടെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ പോലും അമേരിക്കക്കില്ല. പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക സംവിധാനമില്ല. സാമ്പത്തിക നില മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. അമേരിക്കയെ സാമ്പത്തികമായി സഹായിച്ചിരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന് സൗദി അറേബ്യയാണ്. സാമ്പത്തികമായി അമേരിക്ക തകർന്നു പോകും, തളർന്നു പോകും എന്ന് വന്ന ഘട്ടങ്ങളിലെല്ലാം സൗദി അറേബ്യ വലിയ രീതിയിലുള്ള നിക്ഷേപം അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. സൗദിയുടെ ആ നിക്ഷേപം കൊണ്ടാണ് അമേരിക്ക പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ തുർക്കിയുടെ കാര്യമായ രീതിയിലുള്ള ഒരു സഹായം അമേരിക്കക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ അമേരിക്കയുടെ കുത്തിന് പിടിക്കുന്ന ഒരവസ്ഥയാണ്. തുർക്കിയാണെങ്കിലും അതുപോലെ തന്നെ സൗദി ആണെങ്കിലും, സൗദി പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, അമേരിക്കയുടെ കുത്തിന് പിടിച്ച് കൊടുത്ത കാശ് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. തുർക്കിയും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക യുദ്ധം മുറുകുകയാണ്. നാറ്റോ സഖ്യരാജ്യമാണ് തുർക്കി. തുർക്കിയുമായി അമേരിക്ക ഒന്ന് ഇടഞ്ഞു. റഷ്യയുമായി തുർക്കി അടുത്തപ്പോഴാണ് ഇവിടെ തുർക്കിക്കെതിരെ ഉപരോധം കൊണ്ടുവരാൻ പോലും അമേരിക്ക തയ്യാറായി. അതോടുകൂടി തുർക്കി വാങ്ങിച്ച കാശ് തിരിച്ചു കിട്ടണം എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ തുർക്കിയുമായി വലിയ രീതിയിലുള്ള സാമ്പത്തിക യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നു. തുർക്കിയാണെങ്കിൽ റഷ്യയും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമായി കൂടിച്ചേർന്ന് പുതിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. മറ്റൊരു ഭാഗത്ത് സൗദി അറേബ്യ, ഞാൻ പറഞ്ഞല്ലോ, പരസ്യമായി അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ നിക്ഷേപം സൗദിയുടെ ഭാഗത്തു നിന്നാണ്. എന്തായാലും സാമ്പത്തികമായി ഒരു ഭാഗത്ത് അമേരിക്ക തകർന്നില്ലാതാകുന്നു, പാപ്പരാകുന്നു. ആഭ്യന്തര സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. മാത്രമല്ല, ലോക പോലീസാണല്ലോ അമേരിക്ക. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു പക്ഷം പിടിക്കാൻ അമേരിക്കയുണ്ടാകും. ഇന്നിപ്പോൾ അമേരിക്ക ഒരു പക്ഷത്തും അമേരിക്കയെ ആരും എടുക്കാത്ത ഒരു നാണയമായി അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക സഹായിക്കാമെന്ന് പറഞ്ഞ് ചെന്നാൽ പോലും ചതിക്കരുത്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങളെ സഹായിക്കാൻ വരരുത്, ഉപദ്രവിക്കരുത് എന്ന് മറ്റു രാജ്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇസ്രായേലും അതുപോലെ തന്നെ യുക്രൈനും ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഒക്ടോബർ 7 ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ച സമയത്ത് മുതൽ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ഉണ്ടായിരുന്നു. അമേരിക്കയുടെ അവസ്ഥ എന്താണ്? അമേരിക്കൻ ആയുധങ്ങളുടെ അവസ്ഥ എന്താണ്? മെർക്കാവ ടാങ്കുകൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട പേര് കേട്ട ആയുധങ്ങൾ, ഇതെല്ലാം ഹമാസ് എന്ന് പറയുന്ന ചെറിയ പോരാളി സംഘം തകർത്ത് തരിപ്പണമാക്കി. മെർക്കാവ ടാങ്കുകൾ ചുട്ടെടുക്കുകയായിരുന്നു ഇവിടെ ഹമാസിന്റെ പോരാളികൾ. ആ ആയുധങ്ങളെല്ലാം നശിപ്പിച്ച് കയ്യിൽ കൊടുത്തു. ഇസ്രായേലിനാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഹമാസിനെ തുടച്ചു നീക്കി ഗസ പിടിച്ചെടുത്ത് അത് ഇസ്രായേലിന്റെ കൈവശം വെക്കാമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക എത്രയൊക്കെ സഹായിച്ചിട്ടും ഇപ്പോഴും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം എവിടെയും എത്താത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ പരാജയം അതിങ്ങനെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക സഹായിച്ചതിന്റെ ഒരു ഗുണം ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ യുക്രൈൻ വിഷയം. യുക്രൈനെ സഹായിക്കാൻ അമേരിക്ക കോടാനക്കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്, ഡോളർ ചെലവഴിച്ചിട്ടുണ്ട്, ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളൊക്കെ കേട്ട വാർത്ത എന്താണ്? റഷ്യയിലേക്ക് കടന്നു കയറി യുക്രൈൻ സൈന്യം പല മേഖലകളും പിടിച്ചെടുത്തു, യുക്രൈൻ മുന്നേറുകയാണ്, റഷ്യ പതറുകയാണ് എന്നാണ്. റഷ്യ ഒന്ന് ആഞ്ഞു പിടിച്ചപ്പോൾ ഇപ്പോഴത്തെ യുക്രൈന്റെ അവസ്ഥ എന്താണ്? യുക്രൈനിലെ വളരെ പ്രധാനപ്പെട്ട പല മേഖലകളും ഇന്ന് റഷ്യയുടെ കയ്യിലാണ്. അധികം വൈകാതെ നമുക്കൊരു വാർത്ത കേൾക്കേണ്ടി വരും. യുക്രൈൻ റഷ്യക്ക് സ്വന്തം, അതിന് റഷ്യയുടെ കയ്യിലിരിക്കും. അമേരിക്ക സഹായിച്ചതിന്റെ ഗുണമാണ്.
അമേരിക്ക വീണ്ടും വീണ്ടും നാണം കെടുകയാണ്. അമേരിക്ക സഹായിക്കാൻ ചെന്ന രാജ്യങ്ങളൊക്കെ, സഹായിക്കാമെന്നേറ്റ രാജ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയാണ്. ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനു വേണ്ടി അമേരിക്ക ഇടപെടുമെന്ന് പറഞ്ഞു. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ, ബ്രിട്ടന്റെ യുദ്ധക്കപ്പൽ ഹൂത്തികളുമായി ഏറ്റുമുട്ടുന്നതിനു വേണ്ടി, ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. എന്താണ് ഉണ്ടായത്? ഹൂത്തികൾക്ക് മുന്നിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന കാര്യം അമേരിക്കയും ബ്രിട്ടനും തന്നെ സമ്മതിച്ചില്ലേ? അവിടെ നിന്നും വാലും ചുരുട്ടി ഓടിപ്പോയി അമേരിക്കയും ബ്രിട്ടനും ഒക്കെ. അവിടെയും പരാജയം, എവിടെ നോക്കിയാലും പരാജയം. എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ, സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് അമേരിക്കയുടെ കുത്തിന് പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളിൽ നിന്നും വാങ്ങിച്ച പണം തിരിച്ചുതാ, കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. മറ്റൊരു ഭാഗത്ത് ഇറാഖ് പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു പോകണം. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് മുഴുവൻ കാരണക്കാർ നിങ്ങളാണ്. ഇനി നിങ്ങളെ ഇവിടെ വച്ചു പൊറിപ്പിച്ചാൽ ഞങ്ങളെ ജനങ്ങൾ വെറുതെ വിടില്ല, അതുകൊണ്ട് കടന്നു പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇവിടെ റഷ്യയുടെ ഈ ഒരു മുന്നേറ്റം, തീർച്ചയായും അതിനു പിന്നിൽ ഇറാനുണ്ട്. അമേരിക്ക ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ റഷ്യയെ കഴിവിന്റെ പരമാവധി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെച്നിയ റഷ്യയെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ നമ്മുടെ വ്ളാഡിമിർ പുടിൻ ചെച്നിയൻ സന്ദർശനം നടത്തിയത്. എന്തായാലും അവരുടെയൊക്കെ സഹായം തീർച്ചയായും റഷ്യക്ക് ഉണ്ടായിട്ടുണ്ട്, ഇറാന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏകദേശം യുക്രൈന്റെ ഒരു അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമായിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ സഹായം എന്താണ്? അമേരിക്ക കൊടുക്കുന്ന സഹായം സ്വന്തമായി നിലനിൽപ്പില്ലാത്ത, സ്വന്തമായി സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിലെ സമ്പത്തിൽ കണ്ണുവെച്ച്, യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണും ചിലപ്പോൾ ആ സിനിമ. ബിജു മേനോൻ പെട്ടെന്ന് കയറി വന്ന്, ഒരു ചെറിയ ഈർക്കിളി പാർട്ടിയുടെ നേതാവാണ്, എങ്ങനെയോ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പെട്ടെന്ന് കയറി വന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ മന്ത്രിയാകുന്ന ഒരു അവസ്ഥ. എന്തോ നല്ല കാലം കൊണ്ട്. അതുപോലെ അമേരിക്ക എങ്ങനെയോ അമേരിക്കയുടെ ഒരു ഭാഗ്യം കൊണ്ട് പിടിച്ച് കയറി വന്ന്, ശരിക്കും പറഞ്ഞാൽ ഞാൻ മോശപ്പെടുത്തി പറയുകയല്ല, ബ്രോക്കർ ജോലി എന്ന് പറഞ്ഞാൽ അത്ര മോശം ജോലിയൊന്നുമല്ല. ഒരു ബ്രോക്കറുടെ പണിയാണ് അമേരിക്ക എടുത്തുകൊണ്ടിരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കൽ, അതിന്റെ ഇടയിൽ നിൽക്കുക, കൊടുക്കൽ വാങ്ങിക്കൽ പരിപാടികൾ, അതിന്റെ ഇടനിലക്കാരനായി. ബ്രോക്കറുടെ പണി മാന്യമായ പണിയാണെന്ന് ഞാൻ പറഞ്ഞു. അമേരിക്ക എന്തും കൊടുക്കും എന്നുള്ളതാണ്. എന്തും കൊടുക്കും, എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. മാന്യമായി ബ്രോക്കർ പണി എടുക്കുന്ന ആളുകൾ അവരുടെ മേഖലയിൽ അത് നല്ലൊരു തൊഴിലാണ്. അതേസമയം അമേരിക്കക്ക് ഈ തൊഴിലിൽ ഒരു മാന്യതയുമില്ല. അമേരിക്ക അത്തരത്തിൽ എന്തും കൊടുത്തും എന്തും വാങ്ങിയും കൂട്ടിക്കൊടുത്തും കിട്ടിയ പണം, ആളുകളെ കബളിപ്പിച്ച് ഉണ്ടാക്കിയ പണം, ദേഹം വേർക്കാതെ ഉണ്ടാക്കിയ പണം, എന്തായാലും ആ പണമൊക്കെ കണക്ക് പറഞ്ഞ് സൗദിയും അതുപോലെ തന്നെ തുർക്കിയും തിരിച്ചു വാങ്ങാൻ ഒരുങ്ങുന്നു. അമേരിക്ക പാപ്പരായ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അമേരിക്ക സഹായിച്ച രാജ്യങ്ങളൊക്കെ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അമേരിക്കയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടായേ എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകും. ഇയാളുടെ സഹായം വാങ്ങിച്ചാൽ പരാജയം ഉറപ്പാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. എന്തായാലും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണിത്. പ്രവാചകൻ പറഞ്ഞതും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതും ഒന്നും വെറുതെയാകില്ല. തീർച്ചയായും അവസാനം ഫലസ്തീൻ തന്നെ വിജയിക്കും. ഇസ്രായേലിന് പരാജയം ഉറപ്പാണ് എന്നുള്ള കാര്യം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ആ അന്ത്യപ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ അമേരിക്കയുടെ പതനത്തെക്കുറിച്ചുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ, അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നുപോയി എന്നുള്ള വാർത്തകൾ ഇവിടെ ഈ ഒരു മാസത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെ പുറത്തുവിടുമ്പോൾ തീർച്ചയായും നമുക്കൊക്കെ സന്തോഷിക്കാൻ വകയുണ്ട്, പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.